ഏവർക്കും SD കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സുഹൃത്ത് ശ്രീകുമാറിൻ്റെ വീടിൻ്റെ മുറ്റത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു 30 അടി പൊക്കമുള്ള ഒരു റംബൂട്ടാൻ മരമുണ്ട്. ആ റംബൂട്ടാൻ മരത്തിൽ പഴുത്തുലഞ്ഞ് കിടക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ പറിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത്. ആ മരത്തിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 30 അടി മുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെറസ് വീടിന് മുകളിൽ പോയിട്ടുണ്ട്, ശിഖരങ്ങളും കമ്പും. അപ്പോൾ ഇതാണ് താഴെ നിന്നുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഈ കാഴ്ചകൾ. മരത്തിൽ കയറുന്ന കാഴ്ചകൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മരത്തിൻ്റെ മുകളിൽ ഞാൻ എത്തി. ശിഖരത്തിൽ പിടിച്ചുകൊണ്ട് എൻ്റെ വലത് കൈ കൊണ്ട് എൻ്റെ Realme C11 എന്ന മൊബൈലിലാണ് ഞാൻ ഈ രംഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ ട്രൈപോഡൊന്നുമില്ല. കണ്ടില്ലേ, എനിക്ക് ചുറ്റും റംബൂട്ടാൻ പഴുത്ത് നിറഞ്ഞു നിൽക്കുന്നത് നല്ല മധുരമുള്ള പഴങ്ങളാണ്. ഞാനിപ്പോൾ ഭൂമിയിൽ നിന്ന് 30 അടി ഉയരത്തിലാണ്. ശിഖരത്തിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഇടത് കൈ കൊണ്ടാണ് ഞാനിപ്പോൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തത് എൻ്റെ Realme C11 വിഷ്വൽസ് എടുക്കാൻ. ഇതാണ് കാഴ്ച. എൻ്റെ വലത് കൈ ഞാനിപ്പോൾ ശിഖരത്തിൽ കുരുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, പഴങ്ങൾ എത്ര മനോഹരമായി നിറഞ്ഞു നിൽക്കുന്നത്, പഴുത്ത് ചുവന്ന് അതിമധുരമുള്ള പഴമാണിത്. ഇപ്പം ഞാൻ ഭൂമിയിൽ നിന്ന് 30 അടി ഉയരത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ശിഖരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് കാണുന്ന തെങ്ങിന് 35 അടിയോളം പൊക്കമുണ്ട്. ആ തെങ്ങിൻ്റെ ഒപ്പത്തിന് ഈ മരം പൊങ്ങി വളർന്നു പോയിട്ടുണ്ട്. അത്ര പെട്ടെന്നൊന്നും ആരും ഇതിൽ കയറില്ല. കാരണം ചിലർക്ക് പേടി, നല്ല കാറ്റുണ്ട്. അങ്ങ് വിദൂരതയിൽ കാണുന്നത് സഹ്യാദ്രി സ്ഥാനുക്കളുടെ പശ്ചിമഘട്ടത്തിലെ മലനിരകളാണ് ആ നിഴൽ പോലെ കാണുന്നത്. എനിക്ക് കാപറിക്കുന്ന കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതിനു മുമ്പുള്ള വിഷ്വലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖത്തെ താടിയെല്ലാം എടുത്തിട്ട് ഉള്ള മുഖമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇനി എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നതായിരിക്കും. ഈ മരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഒരു കയ്യിൽ മൊബൈലും മറുകൈ മരത്തിൻ്റെ മത്തിലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കണ്ടില്ലേ, തെങ്ങിൻ്റെ ശിഖരം, തെങ്ങിൻ്റെ ഓലകളും അതിൻ്റെ മണ്ടയും അത്രയും പൊക്കത്തിൽ ഈ മരമുണ്ട്. അങ്ങനെ എനിക്കും വിളവെടുപ്പിൻ്റെ ഒരു ഓഹരി കിട്ടി. അതാണ് ഈ ഇരിക്കുന്ന സഞ്ചിയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വെറൈറ്റി വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നതായിരിക്കും. ഇതാണ് എനിക്ക് കിട്ടിയ ഓഹരി റംബൂട്ടാൻ.